വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് SVO പാറ്റേണിലെ സെന്റൻസ് മനസ്സിലാക്കി. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് മനസ്സിലാക്കിയാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഓൾ ദ ടൈം എന്ന് പറയാം. SV, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടു പാർട്സ്, സബ്ജക്ട് ആൻഡ് വെർബ്. ദാറ്റ്സ് എ കോർ ഓഫ് എ സെന്റൻസ്. അപ്പൊ ഇവിടെ SVC ആണ്, ഇത് ഒബ്ജക്റ്റ് അല്ല. അപ്പൊ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഒബ്ജക്റ്റ് ആണോ? ഒബ്ജക്റ്റ് ആണോ എങ്ങനെ മനസ്സിലാക്കാം? If we ask the question related to verb what or whom, we get object. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലൊന്നും ആൻസർ കറക്റ്റ് ആയിരിക്കില്ല. നോക്കാം. They become doctors. Our doctors, they became എഴുതാം, past tense. They became doctors. Our doctors ആയി എന്നാ പറയണം. ഇവിടെ ഇത് they became what എന്ന് ചോദിച്ചാൽ whom എന്ന് ചോദിച്ചാലൊന്നും ആൻസർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ് ആരാണ്? സബ്ജക്റ്റ് ആണ്. ദിസ് ഡോക്ടേഴ്സ് റീനെയിംസ് ദേ. ദേ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ദ സെന്റൻസ് ഈസ് അബൌട്ട് ഹൂം, ഹൂ ഓർ വാട്ട് ദ സെന്റൻസ് ഈസ് അബൌട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഹൂ എന്ന് പറയുകയാണെങ്കിൽ ദേ ആണ്. ദേ, അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ദേ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ദിസ് വൺ ഈസ് ദ വെർബ്. അവർ ആയിത്തീരുന്നു. ആര്? ഡോക്ടേഴ്സ്. ഇവിടെ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. ഈ കോംപ്ലിമെന്റ് ആൾവേസ് റീനെയിംസ് സബ്ജക്ട്. ഇവിടെ ഡോക്ടേഴ്സ് ആരാണ്? ദേ. SVO പാറ്റേണിൽ അങ്ങനെ പറ്റില്ല. ആ സബ്ജക്റ്റ് അല്ല അത് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ കോംപ്ലിമെന്റ് ആണെങ്കിൽ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ആ കോംപ്ലിമെന്റ് റീനെയിംസ് ദ സബ്ജക്ട്. അങ്ങനെയാണ് വരിക. അത് നിങ്ങളൊന്ന് ഓർമ്മിച്ചാൽ മതി. ഒന്ന് മനസ്സുകൊണ്ട് ആലോചിക്കുക, അത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ അനദർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലിമെന്റിനെ മാറ്റിയാൽ ഇത് എൻറ്റയർലി ഇൻകംപ്ലീറ്റ് സെന്റൻസ് ആയി മാറും. അത് നെസസറി പാർട്ടാണ് ഈ കോംപ്ലിമെന്റ്. ഇറ്റ് കംപ്ലീറ്റ്സ് ദ സെന്റൻസ് എന്നാ പറയണം. അതുകൊണ്ട് ഇത് വളരെ നെസസറി ആണ്. ദ ഡോഗ് ലുക്സ് ടയേർഡ്. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു? വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഡോഗ്. ആ ഡോഗ് വളരെ ടയേർഡായി കാണപ്പെടുന്നു എന്ന് പറയുന്ന ഈ സെന്റൻസിൽ ദ ഡോഗ് ഈസ് ദ സബ്ജക്ട് ആൻഡ് ലുക്സ് ഈസ് ദ വെർബ്. ദ ഡോഗ് ലുക്സ് ടയേർഡ്. ഹു ഈസ് ടയേർഡ് ഹിയർ? ഡോഗ്. അതുകൊണ്ട് ഇത് കോംപ്ലിമെന്റ് ആണ്. ഈ ടയേർഡ് എന്ന് പറയുന്നത് ഡോഗ് ആണ്. ഇവിടെ ഡോഗ് ആണ് ടയേർഡ്. ആ ഒരു പോയിന്റ് നിങ്ങൾ വളരെ നന്നായിട്ടൊന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി കൊടുക്കുക. And then you won't forget it. നെക്സ്റ്റ്, അതുപോലെ SVC പാറ്റേണിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ബി വെർബുകളാണ്. ഷീ ഈസ് എ ടീച്ചർ, ഹീ ഈസ് എ ഡോക്ടർ, ഹീ ഈസ് എൻ എഞ്ചിനീയർ. ആ ഈസ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയർ ആരാ? ഹീ ഈസ് എ എഞ്ചിനീയർ എന്ന്, ഹീ ഈസ് ആൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആൻ എഞ്ചിനീയർ എന്ന് പറയുന്നത് ആരെയാണ്? ഹീ സബ്ജക്റ്റിനെ തന്നെയാ. We are workers. The sentence is about we, so that's why this is the subject. And this one linking verb എന്നാ പറയുക. ഈ SVC പാറ്റേണിലുള്ള ഈ നടുവിലത്തെ ഈ വെർബ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന അനദർ നെയിം ആണ് ലിങ്കിങ് വെർബ്. ഇവിടെ ആർ എന്ന് പറയുന്നത് വെർബാണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് പറയണം. ആരാണ് ഈ വർക്കേഴ്സ്? വി എന്ന് പറയുന്നത് വർക്കേഴ്സ് ആണ് എന്ന് പറയും. വീന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. വി ആർ വർക്കേഴ്സ്, ഞങ്ങൾ ജോലിക്കാരാകുന്നു. ഇവിടെ ആരാ വർക്കേഴ്സ്? വി. ഈ വർക്കേഴ്സ് റീനെയിംസ് ദ സബ്ജക്ട്, കോംപ്ലിമെന്റ്. ടയേർഡ്, ആരാ ടയേർഡ്? സബ്ജക്ട്. ആരാ ഡോക്ടേഴ്സ്? സബ്ജക്റ്റ് ആയതേ. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. വളരെ അതിന്റെ അർത്ഥം നോക്കിയിട്ട് ശരിയാവോ നോക്കുക. ഇതാണ് SVC പാറ്റേൺ.